പത്തനാപുരത്ത് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി ഗണേഷ് കുമാർ പത്രിക സമർപ്പിച്ചു. പത്തനാപുരം താലൂക്ക് ഓഫീസിലെത്തിയാണ് വരണാധികാരി മുമ്പാകെ ഗണേഷ് കുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വികസനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനം കുറിച്ച സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെയാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് നീങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പത്തനാപുരം നിയമമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. മതേതരത്വത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാവരും വോട്ട് ചെയ്ത് സഹായിക്കണം. ഇതെല്ലാം ജനങ്ങളെ സ്നേഹിക്കാനും സഹായിക്കാനും LDF അല്ലാതെ മറ്റാരുണ്ട് എന്നതാണ് ചോദ്യം. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി പട്ടയമില്ലാത്തവർക്ക് പട്ടയം നൽകി, വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകി, പാവപ്പെട്ടവരെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളെയും ആശുപത്രികളെയും നവീകരിച്ചു കേരളത്തിൽ വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കിയ ഇടതുമുന്നണി സർക്കാരാണ്. രണ്ട് സർക്കാരുകൾ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റം കുറിച്ചു എന്നതിൽ അഭിമാനമുണ്ട്. ആ അഭിമാനത്തോടെയും ആ വിശ്വാസത്തോടെയും ജനങ്ങളോടൊപ്പം LDF എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും മൂന്നാം ഊഴം നൽകണമെന്ന് സ്നേഹത്തോടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഭൂരിപക്ഷം കിട്ടും. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തനാപുരത്ത് വിജയം കൈവരിക്കുമെന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ ആഗ്രഹവും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ നാടിന് ചെയ്ത നന്മ, ഈ നാട്ടുകാർക്ക് ചെയ്ത നന്മ, അത് തീർച്ചയായിട്ടും മനസ്സിൽ സൂക്ഷിച്ച് സ്നേഹത്തോടെ ഞങ്ങളെ അനുഗ്രഹിക്കും, സഹായിക്കും, എന്നെ വിജയിപ്പിക്കും തന്നെയാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ അപവാദ പ്രചരണങ്ങൾക്ക് പൊള്ളയായിരുന്നു, അതൊക്കെ പൊള്ളയാണെന്ന് തെളിഞ്ഞല്ലോ. എല്ലാം ഈ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രചരണ പരിപാടികൾ ഞങ്ങൾ ഈ നാടിന് ചെയ്ത നന്മയെക്കുറിച്ചും ഈ നാട്ടുകാർക്ക് ചെയ്ത നന്മ, അതായത് ഒരിക്കലും പട്ടയം കിട്ടില്ല എന്ന് വിചാരിച്ച കനാൽ പുറമ്പോക്കിലെ പാവപ്പെട്ടവർക്ക് പട്ടയം കൊടുത്തതും, കമൂഞ്ചേരിയിലെ ദേവസ്വം പട്ടയം നൽകിയതും, വനഭൂമി പട്ടയത്തിന് വേണ്ടി ഉള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയതും, ഇതെല്ലാം ജനങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ ഞങ്ങൾക്ക് പറയാൻ ഒരുപിടി കാര്യങ്ങൾ, താലൂക്ക് ആശുപത്രി അടക്കം ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ എണ്ണി പറഞ്ഞാൽ തീരാത്തത്ര വികസനം, തരിയന്തോപ്പുടവിൽ പുതുതായി വരുന്ന പാലം, കുണ്ടയത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന പാലം, പത്തനാപുരം ബൈപ്പാസ്, ഇങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങൾ ഓരോ സ്ഥലത്തും. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതിന് ചുറ്റും 1 കിലോമീറ്ററിൽ തന്നെ 10 കാര്യങ്ങളെങ്കിലും ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സിവിൽ സ്റ്റേഷനും ഇവിടെ ഒരു താലൂക്ക് കൊണ്ടുവന്നതും ഇവിടെ ഒരു സിവിൽ സ്റ്റേഷൻ സ്ഥാപിച്ചതും, അത് കഴിഞ്ഞ് ഈ ഗസ്റ്റ് ഹൗസ് അടക്കം ഇവിടെ കാണുന്നതെല്ലാം പത്തനാപുരം പഞ്ചായത്ത് LDF ഭരിക്കുമ്പോഴാണ് ഈ പാർക്ക് നവീകരിക്കപ്പെട്ടത്. അതുപോലെ ടെൻഡർ വിളിച്ച് വന്നിരിക്കുന്ന നമ്മുടെ കമൂഞ്ചേരി റോഡ്, അതുപോലെ ഈ KSTP റോഡ്, ഇതെല്ലാം ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ മികച്ച നേട്ടങ്ങളാണ്. 1999 ഉപേക്ഷിക്കപ്പെട്ട KSTP റോഡിനെ വീണ്ടും കൊണ്ടുവന്ന് ഒന്നാം പിണറായി സർക്കാരാണ്. 285 കോടി രൂപ വിലവഴിച്ച് പൊന്നൂർ പൊൻകുന്ന റോഡ് ശരിയാക്കി. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സർക്കാർ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും പത്തനാപുരത്തിൻ്റെ വികസനത്തിലും സാമൂഹ്യ പുരോഗതിയിലും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തമായി ഒരു ഷോപ്പിംഗ് മാളുള്ള കേരളത്തിലെ ഏക പഞ്ചായത്ത് പത്തനാപുരം പഞ്ചായത്താണ്. അപ്പോൾ അങ്ങനെ മികച്ച പുരോഗതി, വളരെ സമീപ പ്രദേശങ്ങളൊന്നും ഇല്ലാത്ത പോലെ എല്ലാ വീട്ടിലും കുടിവെള്ളം, സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി, ഇതെല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഞങ്ങൾക്ക് സംതൃപ്തിയോടെ ജനങ്ങളെ സമീപിക്കാം. ഓരോ കാൽവയ്പ്പിലും വികസനമുണ്ട്. കാരണം നടന്നു പോകുന്ന ഓരോ വഴിയിലും പൈപ്പുണ്ട്, എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷനുണ്ട്. അങ്ങനെ എല്ലാ സ്കൂളുകളും നവീകരിച്ചു, 56 സ്കൂളുകൾ നവീകരിച്ചു. അതുപോലെ 46ഓളം അംഗൻവാടികൾ നവീകരിച്ച് ഹൈടെക് ആക്കി. ആശുപത്രികൾ 8 ആശുപത്രികളും ഹൈടെക് ആക്കാൻ കഴിഞ്ഞു. വെട്ടിക്കൽ ആശുപത്രിയാണ് പണി തീർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആശുപത്രിയും ലാബുകൾക്ക് ആവശ്യമായ സർവ്വ ഉപകരണങ്ങളും ഗവൺമെൻറ്റിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും മറ്റു ഫണ്ടുകളിൽ നിന്നും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും എല്ലാ ആവശ്യങ്ങളും പത്തനാപുരത്ത് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞുവെന്ന സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നന്ദിയോടെയുമാണ് അവരോട് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. വീണ്ടും ജനവിധി തേടുന്ന എന്നെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന സ്നേഹത്തോടെ, ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി. ഞങ്ങൾ ജാതി പറയാറില്ല, ജാതി ചോദിക്കില്ല, പറയില്ല. രാഷ്ട്രീയ പാർട്ടി എന്തെന്ന് പോലും ഞങ്ങൾ ചോദിക്കാറില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ എന്ന നിലയിൽ ഒരു ജനപ്രതിനിധിയെ അവഗണിക്കാതെ ഈ നിയമമണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും വികസനം കൊടുത്ത ആളാണ് ഗണേഷ് കുമാർ എന്ന MLA. KSRTCക്ക് കൊണ്ടുവന്ന പുരോഗതി അത് പത്തനാപുരത്തിന് അഭിമാനമാണ്. ആ അഭിമാനമെല്ലാം വോട്ടായി മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് പത്തനാപുരത്തിൻ്റെ മണ്ണിൽ വീണ്ടും വിജയക്കൊടി നാട്ടും.